ശബരിമല യുവതി പ്രവേശനത്തിൽ കീഴ്മേൽ മറിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ്. അന്ന് 2018 ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിന്റെ അജണ്ട നടപ്പാക്കാൻ അന്നത്തെ ഭരണകൂടം ആവുന്നത്ര ശ്രമിച്ചു. അതിനുവേണ്ടി ചില തരുണിമണികളെ ഇടതുപക്ഷ സർക്കാരിന്റെ സഹായത്തോടെ ഇറക്കുമതിയും ചെയ്യുകയും ചെയ്തു. ശബരിമല വിശ്വാസികളുടേതാണെന്നും അവരാണ് അതിന്റെ അവകാശികളെന്നും ബോധ്യമുള്ള ഇടത് ഗവൺമെന്റ് മതമില്ലാത്ത ജീവനെ പോലെ പുതിയ നവോത്ഥാനം ഹിന്ദുക്കൾക്കിടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് നടകയറാൻ വന്ന മഹിളാരത്നങ്ങളായിരുന്നു ബിന്ദു അമ്മിണി, കനകദുർഗ, രഹ്ന ഫാത്തിമ, കവിത ജക്കൽ, തൃപ്തി ദേശായി, മേരി സ്വീറ്റി, ലിബി എന്നിവർ. നല്ലൊരു റിലീജിയസ് ഹാർമണി ഈ ഒത്തുചേരലിലുണ്ടായിരുന്നു. മല കയറാൻ വന്നവരിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗക്കാരുടെ ഒരു കൂട്ടുകെട്ട് നമുക്ക് കാണാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗവൺമെന്റിന്റെ ലക്ഷ്യം നല്ലതായിരുന്നില്ല എന്ന്. സത്യത്തിൽ അന്ന് ഒരു തരത്തിൽ ഭരണകൂട ഭീകരത വളർത്താനാണ് ഗവൺമെന്റ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ സർക്കാർ പ്രത്യേക പോലീസ് സൈന്യത്തിനെ വിന്യസിച്ചത്. ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും ഹെൽമെറ്റ് നൽകുകയും സിവിലിയൻ വസ്ത്രങ്ങൾ ധരിച്ച പോലീസുകാർ അകമ്പടി സേവിക്കുകയും ചെയ്തു. അത് സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു. പലർക്കും പമ്പയിലേക്കും നിലയ്ക്കലേക്കും എത്താൻ പോലീസ് വാഹനങ്ങൾ വിട്ടു നൽകി. ബിന്ദുവിനെയും കനകദുർഗയെയും ആംബുലൻസിലും പോലീസ് വാഹനത്തിലുമായാണ് സന്നിധാനത്തിന് അടുത്തെത്തിച്ചത്. യുവതി പ്രവേശനത്തെ അനുകൂലിച്ചും വിധി നടപ്പിലാക്കുന്നതിനെ പിന്തുണച്ചും സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. ബിന്ദു അമ്മിണി, കനകദുർഗ 2019 ജനുവരി 2 പുലർച്ചെ പോലീസ് സംരക്ഷണയിലാണ് മല കയറി ദർശനം നടത്തിയത്. വിധിക്ക് ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ട ആദ്യത്തെ യുവതികൾ ഇവരായിരുന്നു. രഹ്ന ഫാത്തിമ 2018 ഒക്ടോബറിൽ കടുത്ത പോലീസ് സുരക്ഷയിൽ മരക്കൂട്ടം വരെ എത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോരേണ്ടി വന്നു. കവിത ജക്കൽ ഹൈദരാബാദിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകയായിരുന്നു. ഇവർ രഹ്ന ഫാത്തിമയ്ക്കൊപ്പമാണ് മല കയറാൻ ശ്രമിച്ചത്. തൃപ്തി ദേശായി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂമാത ബ്രിഗേഡ് നേതാവായിരുന്നു. ഇവർ പലതവണ കേരളത്തിലെത്തിയെങ്കിലും പ്രതിഷേധം കാരണം വിമാനത്താവളത്തിൽ പുറത്തിറങ്ങാനോ പമ്പയിലെത്താനോ സാധിച്ചില്ല. മേരി സ്വീറ്റി, ലിബി ഇരുവരും മല കയറാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റുകയായിരുന്നു. ജനങ്ങൾക്കിടയിൽ വളരെ നാടകീയ രംഗങ്ങൾക്കും അക്രമങ്ങൾക്കും ഗവൺമെന്റ് തന്നെ വഴിവെച്ചു കൊടുത്ത സംഭവങ്ങളായിരുന്നു അത്. അതിനുശേഷം നടന്ന പാർലമെന്റ് ഇലക്ഷനോടെ ഗവൺമെന്റ് ഒരു പാഠം പഠിച്ചു, മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാണ്. അതിനുശേഷം അമ്പലങ്ങളും പള്ളികളും ഒക്കെ മാർക്സിസ്റ്റ് ഭക്തരെ കൊണ്ട് നിറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോടികൾ മുടക്കി അഖില ലോക അയ്യപ്പ സംഗമം നടത്തിയത്. അതിന്റെ പിന്നിലെ ലാഭലക്ഷ്യങ്ങൾ എന്തായാലും ഹിന്ദുക്കൾ തങ്ങൾക്ക് പിന്നിൽ ഒന്നിക്കുമെന്ന് പാർട്ടിക്കൊരു തോന്നലുണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും ശബരിമല കേസ് പരിഗണിക്കുന്നത്. ഈ സന്ദർഭമാണെങ്കിലോ സമയം വളരെ മോശവും. പല നേതാക്കന്മാരും അവസ്ഥാന്തരം സംഭവിച്ച് മാറി നിൽക്കുന്നു. തൊട്ടു മുന്നിലാണെങ്കിൽ നിയമസഭാ ഇലക്ഷൻ പല്ലിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇനി നിഷ്പക്ഷമതികളായ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണമെങ്കിൽ നവോത്ഥാനം മതിയാവില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു പാർട്ടി. വിശ്വാസത്തിന്റെ മാർഗം തന്നെയാണ് വേണ്ടതെന്ന ബോധവും ഉൾവിളിയും പാർട്ടിക്കുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അവരിനി ഭക്തിമാർഗത്തിലാണ്. അറ്റ്ലീസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ഈ അധപ്പതനം പറഞ്ഞ പാർട്ടിക്കാരെ കാണുമ്പോൾ ആരും കളിയാക്കരുത്. ഇപ്പോൾ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 7 ഈ കേസിൽ അന്തിമവാദം ആരംഭിക്കാനിരിക്കുകയാണ്. മാർച്ച് 14 സർക്കാർ തങ്ങളുടെ പരിഷ്കരിച്ച നിലപാട് ഔദ്യോഗികമായി കോടതിയെ അറിയിക്കാനിരിക്കുന്നത്. ചുരുക്കത്തിൽ പഴയ നവോത്ഥാന നിലപാടിൽ നിന്ന് മാറി ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അവസരത്തിനൊത്തു മാറാൻ പാർട്ടികൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക?